Hi dear students, ഓപ്പറേഷൻ റിസർച്ചിലെ വോക്കൽസ് മെത്തേഡാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വോക്കൽസ് മെത്തേഡ് ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. അൽഗോരിതം ആ ഒരു പ്രോബ്ലം ചെയ്യുന്നത് കൂടി നമ്മൾ അൽഗോരിതം പഠിച്ചു കഴിഞ്ഞു. എങ്കിൽ പോലും ജസ്റ്റ് അൽഗോരിതം പറയുകയാണ്, നോട്ട് എഴുതാൻ വേണ്ടി അൽഗോരിതം പറയുകയാണ്. അതുകൂടി ഒന്ന് കേൾക്കുക. അടുത്ത മെത്തേഡിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ പോവാം. ഒരു പ്രോബ്ലം ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ വോക്കൽസ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യുക. വോക്കൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് അൽഗോരിതം എന്നതാണ് കേട്ടോ. അൽഗോരിതം നമുക്കറിയാം, വോക്കൽസ് മെത്തേഡിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത പെനാൽറ്റി, അല്ലെങ്കിൽ അതിന് വേറെ പേരുണ്ട് ഓപ്പർച്യൂണിറ്റീസ്. അതാണ് മറ്റുള്ള മെത്തേഡിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതാണ്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1, ഫൈൻഡ് ദ പെനാൽറ്റി കോസ്റ്റ്, നെയ്മിലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്മോളസ്റ്റ് ആൻഡ് നെക്സ്റ്റ് സ്മോളസ്റ്റ് കോസ്റ്റ് ഇൻ ഈച്ച് റോ ആൻഡ് കോളം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെനാൽറ്റി കണ്ടുപിടിക്കലാണ്. ഓരോ കോളത്തിലെയും ഓരോ റോയിലെയും പെനാൽറ്റി കണ്ടുപിടിക്കുക. പെനാൽറ്റി എന്ന് പറയുന്നത് ഓരോ സെല്ലിലെ ഓരോ റോയിൽ അല്ലെങ്കിൽ കോളത്തിലെയും ഏറ്റവും സ്മോളസ്റ്റും അതിൻ്റെ അടുത്ത മുകളിൽ വരുന്ന സ്മോളസ്റ്റ് കോസ്റ്റും കൂടി കണ്ടുപിടിച്ച് അതിൻ്റെ ഡിഫറൻസ് കാണലാണ്. അപ്പോൾ ഏറ്റവും ചെറിയതും അതിൻ്റെ തൊട്ട് മുകളിലുള്ള സംഖ്യകൾ കണ്ടുപിടിച്ച് അവ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ച് കിട്ടുന്നതാണ് പെനാൽറ്റി അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ റോയിലും ഓരോ കോളത്തിലും പെനാൽറ്റി കണ്ടുപിടിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എമംഗ് ദ പെനാൽറ്റീസ് ഫൗണ്ട് ഇൻ സ്റ്റെപ്പ് 1 സെലക്ട് ദ മാക്സിമം പെനാൽറ്റി. സ്റ്റെപ്പ് 1 പറഞ്ഞതുപോലെ എല്ലാ പെനാൽറ്റിയും കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും മാക്സിമം ഉള്ള പെനാൽറ്റി സെലക്ട്. ഏതാണോ ഏറ്റവും വലിയ സംഖ്യ പെനാൽറ്റിയിൽ ഏറ്റവും വലുത്, കോളത്തിലായാലും റോയിലായാലും ഏതാണോ ഏറ്റവും വലുത് വരുന്നത് അത് സെലക്ട് ചെയ്യുക. ഇഫ് there is a tie relate with the maximum penalty, select any one arbitrarily. ഒരേപോലെ വരികയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ വലിയ, അതായത് ഒരേ സംഖ്യ മാക്സിമമായി വരിക. അപ്പോൾ 3 എന്നുള്ളതാണ് മാക്സിമം പെനാൽറ്റി എന്ന് പറയുന്നത്. 2 വരികയാണ് എങ്കിൽ എന്താണ്, നമുക്ക് ഓർഡറിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാം. നമ്മൾ മുന്നേ പ്രോബ്ലം ചെയ്ത മാതിരി നമ്മളതിന് അനുസരിച്ചിട്ട് ഓർഡറിൽ സെലക്ട് ചെയ്യാം. From the selected column or row as per step 2, find out the cell which is having lowest cost. സ്റ്റെപ്പ് 2 പറഞ്ഞത് പ്രകാരം മാക്സിമം പെനാൽറ്റി യൂസ് ചെയ്തും കൊണ്ട് കിട്ടുന്ന സെല്ല്, അത് റോ ആയാലും കോളമായാലും അതിൽ ആ ഒരു റോയിൽ അല്ലെങ്കിൽ ആ ഒരു കോളത്തിൽ ഏറ്റവും ചെറിയ ലീസ്റ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുക. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പ്രോഗ്രാം ചെയ്യേണ്ടത്. ആസ് മച്ച് ആസ് ക്വാണ്ടിറ്റി മസ്റ്റ് ബി അലോക്കേറ്റഡ് ടു ദ സെൽ ബൈ കൺസിഡറിങ് ദ ഡിമാൻഡ് സപ്ലൈ. അതിനുശേഷം എന്ത് ചെയ്യണം, ലിസ്റ്റ് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡിമാൻഡും സപ്ലൈയും നോക്കുക. അതിൽ ഏറ്റവും കുറവ് വരുന്നത് ഡിമാൻഡാണെങ്കിൽ അല്ലെങ്കിൽ സപ്ലൈ ഏതാണോ കുറവ് വരുന്നത് അതാണ് എന്താണ് ആ സെല്ലിൽ ഉൾക്കൊള്ളിക്കാവുന്ന മാക്സിമം കോസ്റ്റ് എന്ന് പറയുന്നത്. അത് ആ സെല്ലിൽ കൊടുക്കുക. ഏത് ഒരു റോയോ ഒരു കോളം ഏതെങ്കിലും ഒരു കോളം റിമൂവ് ആയി പോവും. അതിനെ ഒഴിവാക്കിക്കൊണ്ട് അടുത്ത ടേബിൾ വരയ്ക്കുക. ഈ ഒരു പ്രൊസീജിയർ അവസാനം വരെ തുടരുക. ദ കോളം ഓർ വിച്ച് ഈസ് എക്സോസ്റ്റഡ് ഈസ് ടു ബി ഡിലീറ്റഡ്. ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ. ദ എബവ് സ്റ്റെപ്പ് ഈസ് ടു ബി കണ്ടിന്യൂഡ് ടിൽ ആൻ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഈസ് അറ്റൈൻഡ്. ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കുക. എന്താണ്, ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കിട്ടുന്നത് വരെ. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ഇഫ് കോളം ഈസ് എക്സോസ്റ്റഡ് ദെൻ there will be a change in റോ പെനാൽറ്റി വൈസ് വേഴ്സ. റോയാണ് പോകുന്നതെങ്കിൽ എന്താണ്, റോയിലുള്ള പെനാൽറ്റിയിൽ അടുത്ത സ്റ്റെപ്പിൽ എന്താ റോയിലെ പെനാൽറ്റിയിൽ ചേഞ്ച് വരും. അതേസമയം കോളമാണ് പോകുന്നതുണ്ടെങ്കിൽ കോളത്തിൻ്റെ പെനാൽറ്റിയിൽ ചേഞ്ച് വരും. കാരണം പെനാൽറ്റിയിൽ ചേഞ്ച് ഒന്നും പോകുന്നില്ല, റോ പോകുന്നില്ലെങ്കിൽ റോയിലെ പെനാൽറ്റി ചേഞ്ച് വരില്ല. കോളം പോകുന്നതിന് കോളത്തിൻ്റെ പെനാൽറ്റി ചേഞ്ച് പോകില്ല.
ഏതെങ്കിലും ഒന്ന് റോയോ കോളമോ പോവും. അതുകൊണ്ട് തന്നെ എന്താണ് ആ പോയ അതിൽ ചേഞ്ചുകൾ വരും. അതാണ് പറയുന്നത്. അങ്ങനെ അവസാനം വരെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതിന് ശേഷം കിട്ടിയ അലൊക്കേഷൻ മുഴുവനുള്ള സെല്ലെടുത്ത് എഴുതുക. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കുക. ഒരു പ്രോബ്ലം ചെയ്യുന്നത് കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്കിൽ പോലും അൽഗോരിതം എങ്ങനെ എഴുതാമെന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൻ്റെ കൊണ്ട് പ്രോബ്ലം വെച്ചിട്ടുണ്ട്. ആ പ്രോബ്ലം നിങ്ങൾ നോർത്ത് വെസ്റ്റ് കോർണർ റൂളോ ഏതോ ഒരു മെത്തേഡ് വെച്ച് ചെയ്തൊരു പ്രോബ്ലം തന്നെയാണ്. അതേ പ്രോബ്ലം വാം മെത്തേഡ് വാം യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.